ചാമ്പവിയെ നൂഡിൽസ് എങ്ങനെയുണ്ട്? സൂപ്പർ. തല എന്നെ ഇത്ര ചൊറിയുന്നേ. എന്നിട്ടാ ഉണ്ടാക്കുന്നേ? കണ്ട ദേഹത്തോടെ പയറുണ്ടായിരുന്നു. നീളം പയർ, മറ്റേ അച്ചിങ്ങ പയർ, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കിഴങ്ങൊന്നുമില്ല, കുരുമുളക് ഇട്ടു, പിന്നെ നൂഡിൽസിൻ്റെ മറ്റേ പൊടിയില്ലേ അതിട്ടു, മസാല അതിട്ടു, അത്രേ ഉള്ളൂ. വേവിച്ചിട്ട് അതിനകത്തിട്ട് ഇളക്കി. നാളെ ഉണ്ടാക്കുമോ പറഞ്ഞാ? ബാഗ് എങ്ങനെ ഇടുന്നേ? തോളയിട്ട് അറിയത്തില്ലെങ്കിൽ ഇവിടെ സ്കൂളിൽ വിടണ്ടേ? ഇവിടെ ബാഗ് അങ്ങനല്ല അങ്ങനല്ല അങ്ങനല്ല. സമയമില്ല, പിന്നെ വൈകിട്ട് പഠിക്കാം. വൈകിട്ട് വൈകുന്നേരത്ത് പഠിപ്പിക്കാം. വൈകിട്ടാണ് കരാട്ടൊക്കെ ഇട്ട് കാണിക്കുന്ന പോലെ അതിനകത്ത് സിനിമയ്ക്കകത്ത് കൂട്ടായ്പ പിടിച്ചവള്. ഞാൻ എന്തിനാ ക്യാമറ എടുക്കുന്നേ? ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. മാറി പൊക്കോ. അപ്പൊക്കെ എടുത്തോളം പോടോ. ഇതെന്നാ ഇങ്ങനെ പോന്നേ? എന്തിനാ? അപ്പ ഇപ്പൊ വരുമല്ലോ. അപ്പ വരുമെന്നാ. അപ്പ വരാൻ വേണ്ടിയാന്ന്. ഇല്ല, അവൾ അലറത്തേ ഉള്ളൂ. സിംബ വരെ പേടിച്ചോളൂ. വെളി ഇറക്കുന്ന സിംബ. പതിയെ പതിയെ കൊണ്ടുപോകും. അയ്യോ കൊല്ലല്ലേ. അയ്യോ ആ ചാക്ക് തന്നില്ലല്ലേ? ആ പിന്നെ ഇപ്പൊ കൊടുത്തു. അതൊക്കെ ഞാൻ നടന്നോളാം. ഞാൻ ഇച്ചിരി പണിയുണ്ട്, അന്നേരം ഞാൻ പോകുന്നുള്ളൂ. ഓ അത്രയ്ക്ക് എന്തോ ധൃതി. ചാക്കുമായിട്ട് ഇപ്പം ഊട്ടിക്ക് പോകുന്നൊന്നുമില്ലല്ലോ. പതിയെ പതിയെ. ദൈവമേ, അതിനെ കൊണ്ട് പോകുന്നുണ്ടോ? വലിച്ചോട്ടാണോ പോകുന്നേ? ഇതന്നെ റോഡിന് വീതി കൂട്ടി പോവാ രണ്ടും കൂടെ. എൻ്റെ പൊന്നെ, ഒരു യുദ്ധമാ യുദ്ധം. സിംബ പേടിച്ചു. സിംബ ഒച്ച വെക്കുന്നതിനേക്കാളും അപ്പുറമായിട്ടാണ് അവൾ ഒച്ച വെച്ചത് അല്ലേ സിംബ? ഒന്നുമില്ല എൻ്റെ പൊന്നെ, ഞാൻ പോവാം. അവിടെ ഒന്നോ എൻ്റെ ഈശ്വരാ. നാരായണിക്ക് ഇനി എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കട്ടെ. പല്ലൊക്കെ തേച്ചിരിപ്പുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് അവിടെ ഒന്ന് സെറ്റാക്കി. അവനില്ലേ മുടിയൊക്കെ ഇട്ട് കൊച്ച് വാഴയൊക്കെ ഇട്ട് അവളെന്ത് സുന്ദരിയാ. പിന്നെ പെണ്ണാണോ? നീയോ? ഞാനും പെണ്ണാ. കാർത്തിക ആണോ? പിന്നെ വേറെ ആരാ വന്നേ? എനിക്ക് ജയന്ത കാണണം. ജയന്ത ഉണ്ടോ? ഉണ്ട്. നിന്നെ കണ്ട്. മനോജ് മനോജ് പണിക്ക് പോയി. ഇല്ല, അവിടെ ഉണ്ട്. കൊച്ചല്ലേ? കൊച്ചു അവിടെ ഉണ്ട്. എഴുന്നേറ്റില്ല. രാജേട്ടനും ഉണ്ട്. വീട്ടിലുണ്ട്. അതൊന്നും എനിക്കറിയത്തില്ല. പിടിക്കോ? പിടിക്കണോ? ബസ് എവിടെ?
ബസ് എവിടെയാണോ? ബസ് എവിടെയാണ് വരുന്നത്? നമുക്ക് അറിഞ്ഞില്ലേ? ബസ് എവിടെയാണ് വരുന്നത്? എപ്പോഴാണ് വരുന്നത്? നാളെയോ? എന്നാ 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 കരയുന്നേ? കരച്ചിലുള്ള ഞാൻ ഈ മതിലിനപ്പുറത്തോട്ട് തരും. വേണ്ടേ? അയ്യോ മഴ വന്നാൽ എന്നാ ചെയ്യും? കോട്ട പോലും ഇല്ല. മറന്നു പോയില്ല. ഓ വേണ്ട. എന്നാ നീ എന്നും ഒരേ ചോദ്യമല്ലേ ചോദിക്കുന്നത്? അതല്ലേ ചോദിക്കുന്നത്? അതല്ലേ ചോദിക്കുന്നത്? എന്നും രണ്ടുപേരും ഒരേ ചോദ്യം ഓരോ ചോറ്. ചോറാണ് കഴിച്ചത്. കഴിച്ചോ? ഇനി 3 ദിവസം കഴിയുമ്പോട്ട് എന്നെ കാണണമെങ്കിൽ നാളെയില്ല, നാളെ കഴിഞ്ഞില്ല, അത് കഴിഞ്ഞില്ല, തിങ്കളാഴ്ച. മോന് തിങ്കളാഴ്ചയല്ലേ ഉള്ളൂ. പോയിട്ട് വാ ടെടി പൊന്നെ. ചേച്ചി എന്ത് ചെയ്യുന്നത് പറ. വീട്ടില് പനിയാ അവൾക്ക്. എന്നാ ഒന്നുണ്ടാവും. രാവിലെ വരുമ്പോൾ മഞ്ഞ അവിടെ മുണ്ടക്കയത്തിൻ്റെ ഈ കുറച്ച് മേളിൽ അവിടെ മലയൊന്നും കാണത്തില്ല. മഞ്ഞ് കാണത്തില്ല. മഞ്ഞ് കുട്ടിക്കാനം പോയാൽ നല്ല പട്ട മഞ്ഞുണ്ട്. നമ്മുടെ ഇവിടെ അത്രയൊന്നുമില്ല. നമ്മുടെ ഇവിടെ ചെറിയ മഞ്ഞ്. അത് ചേട്ടൻ പലഹാരം കൊണ്ടുവന്ന പലഹാരം. വെള്ളത്തിൽ ചവിട്ടാവോ? വെള്ളത്തിൽ ചവിട്ടിട്ടുണ്ട് എൻ്റെ അകത്തോട്ട് വെള്ളം തെറിക്കണം. ചെറിയൊക്കെ അത് നാരായണൻ്റെ ബസ് ഇപ്പോൾ പോയത്. നിൻ്റെ ബസ് അല്ല, നിൻ്റെ ബസ് ഇത് കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. നാരായണ ഈ ആഴ്ച ഫുള്ള് ലീവായല്ലേ. ഇനിയിപ്പോൾ എന്നെ അങ്ങനെ പഠിച്ച് ശരിയാക്കും അവൾ. ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം അടുപ്പിച്ച് അസുഖം വരുന്നത്. 2-3 ദിവസം കൊണ്ട് സെറ്റാക്കുന്നതാണ്. ഞാനൊന്നാമത് ഇല്ലായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നിപ്പം രാവിലെ ശാലം പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇന്നലെയും കുറച്ച് സംഭവമൊക്കെ ചെയ്തു. ഇനിയിപ്പം റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. തിങ്കളാഴ്ച വിടാം നമുക്ക് സ്കൂളിൽ. നാരായണിയെ ഇന്ന് വെള്ളിയാഴ്ചയാണോ? വൈകിട്ട് നേരത്തെ വരുമല്ലോ നീ? മീൻകാരൻ. ആ എന്ത് അല്ല, ഇന്ന് വ്യാഴമാണല്ലോ. നൂഡിൽസ്. ഇന്നത്തെ നൂഡിൽസ് വലിയ കുഴപ്പമില്ല കേട്ടോ. സാധാരണ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ അത്ര വലിയ ഗുണമാകുന്നതല്ല. കഴി അങ്ങോട്ട് വിളിക്കുക. കൊച്ചിനെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ അങ്ങോട്ട് ബാ ഇടി. കൊച്ചി ഇവിടെ ബസ്. ആ ഞാൻ അവിടുത്തെ ആരാത്? ബിനിമാമൻ അപ്പഴ. എന്നാ എന്നാ വിളിക്കുവോ എന്നെ അന്നേരം?
6 മണിക്ക് ഇവിടെ വിളിക്കണം, അതേ ഉള്ളൂ. ശാലിനി എന്തിയെ? വീടടുത്തില്ല. അമരാവതി വന്നെച്ചാ അമരാവതി മറ്റേ ഇത് കൂട്ടില്ലേ നമ്മുടെ ആയുർവേദ ആശുപത്രി, അവിടെ നിന്ന് ഇടത്തോട്ട് കിടക്കുന്ന റോഡ് ശക്കര കൊണ്ടൊരു വീട് കാണാം. ശാലിനിയുടെ അമ്മ എന്തിയെ? അമ്മയുടെ പേരെന്നാ? ഞാൻ വരട്ടെ കടയിൽ. ശരി ശരി ഇതിനെ കാരൊക്കെ വരട്ടെ. വേണ്ട. വൈകുന്നേരം ഒന്ന് വിളിച്ചേക്കണേ. ചേട്ടൻ ഞാൻ വരട്ടെ. നാളത്തെ ഞായറാഴ്ച കല്യാണോ? ഞായറാഴ്ച കല്യാണം. ഞായറാഴ്ച ചേട്ടാ എവിടെയാ? നിന്നെ വിളിക്കുന്നത് ശാലിനി എന്നോട് പറഞ്ഞു, ഞാൻ മറന്നു. കുഴപ്പമില്ല, ഞാൻ വിട്ടുപോയി. നിന്നെ കണ്ടപ്പോഴത്തേക്ക് അവിടെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേനും മെമ്മറി ഫുള്ളായി. അപ്പോഴത്തേനും തന്നെ സ്റ്റാമ്പോടെ ബസ്സും വന്നു കയറ്റി വിട്ട്. രാവിലെ സൂര്യനുണ്ട്. ഇനിയിപ്പോ 50 മാസം നോക്കിയിരിക്കണം. എത്ര രൂപ? അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അമ്പല ബസ് വരുന്നുണ്ട്. അയ്യോ അയ്യോ, ആളെ കാണുന്നില്ല. എന്തിയോ പോയോ? അപ്രതീക്ഷിതമായി അപ്രത്യക്ഷമായി. കുറച്ച് ദിവസം ഇങ്ങനെ വലിയ ടെൻഷൻസ് ഒന്നും അല്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കണം. അതാണ് ഏറ്റവും വലിയൊരാഗ്രഹമേ. ഇച്ചിരി ടെൻഷൻസ് ഒരുപാടുണ്ട്. എന്നാ അതിൻ്റെ കൂണുണ്ടോ നോക്കുവാണോ? വന്ന് ആ ബാഗൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് പോയി നോക്കിക്കൂടെ? കൂണിൻ്റെ മണമോ? കൂണിന് അങ്ങനെ പ്രത്യേകിച്ച് മണമൊന്നുമില്ലല്ലോ. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ. കൂണിൻ്റെ മണം. ഇല്ല, യൂട്യൂബിനകത്ത് കുറേ പെൺപിള്ളേരിങ്ങനെ കൂണ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് നമുക്ക് സാധാരണ കിട്ടേണ്ടതാണ്. കൂണിൻ്റെ മണം ചുമ്മാ അങ്ങ് പറയുവാണേ. കൂണിനൊരു മണവും ഇല്ല. പിന്നെ ഓക്കെ എൻ്റെ അമ്മ നല്ല മഴയാണല്ലോ രാവിലെ. ഞാൻ അവിടെ വെച്ച് പണിയാ. അതിന് മണ്ണിട്ട് തന്നെ ഒരു വാച്ച് വെള്ളം വെക്കും. ഇന്നത്തെ പോലെ കാറ്റുണ്ടാകാതെ ഇരുതാ മതിയായിരുന്നു. അന്നത്തെ പോലെ ആണോ ഇനി?
അവിടെയൊക്കെ നല്ല കാറ്റ്. പുറകത്തെ ഷീറ്റ് പതിയെ പൊങ്ങുന്നുണ്ട് കേട്ടോ. പുറകത്തെ ഷീറ്റ് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പൊങ്ങുന്നുണ്ട്. പിന്നെ പച്ചക്കറിക്ക് പൊള്ളുന്ന വില ഇല്ല. ഓണമായത് കൊണ്ട് പച്ചക്കറിക്ക് വിലയാണെന്ന് പറഞ്ഞാൽ വെറുതെ. ഞാൻ കാഞ്ഞിരപ്പള്ളി നോക്കുമ്പോൾ 1 കിലോ ബീൻസിന് 40 രൂപയേ ഉള്ളൂ. ഇവിടെ 1/2 കിലോ നീ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന അച്ചിങ്ങാപ്പയറിന് 30 രൂപ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കാഞ്ഞിരപ്പള്ളി വിലക്കുറവ്. 1 കിലോ ക്യാരറ്റിന് 60 രൂപ. ഇനി അത്ര ഉള്ളൂ ആർക്കറിയാം. പിന്നെ 4 കിലോ സവാളയ്ക്ക് 100 രൂപ. ഇവിടെ 3 കിലോ സവാളയ്ക്ക് 100 രൂപ. ആ, അപ്പോൾ കാഞ്ഞിരപ്പള്ളി ഇറങ്ങി മേടിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാന്ന് ചോദിച്ചാൽ മടിയേരം ഇറങ്ങാൻ. അവിടെ ഇറങ്ങിയിട്ട് പിന്നെയും കയറി വരണം, പിന്നെയും കയറണം. വിഷോപ്പറൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് വിഷോപ്പറൊന്നും കയ്യിലുള്ളില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി മേടിച്ചിട്ടൊക്കെ വരായിരുന്നു. അടുത്ത മഴയ്ക്കുള്ളതാണ്. ഇപ്പം ഞാൻ കിടന്നുറങ്ങട്ടെ, എനിക്ക് ഉറക്കം വരുന്നത്. എത്ര ദിവസം കൂടിയാണെന്ന് പറയും വീട്ടിലൊന്നിരുന്ന് ഇരിക്കുന്നത്. കഴിച്ചേ, ഞാൻ നിനക്ക് സ്പൂൺ തന്നായിരുന്നല്ലോ. പിന്നെ എന്നാ വെയിലും ഉണ്ട്, മഴയുണ്ട്. ഷാമ്പു കൊണ്ടുവരാൻ സമയമാകുന്നു. 4 മണി കഴിഞ്ഞു. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി കഴിഞ്ഞപ്പോൾ എണീറ്റുന്നപ്പം ആളെ കാണുന്നില്ല, ചേട്ടായെ കാണുന്നില്ല. വിളിച്ചു വെച്ചപ്പം മുണ്ടക്കയത്തായിരുന്നു. നേരത്തെ അങ്ങ് പോയി. എന്തെങ്കിലും വേറെ ബൾബോ ഒക്കെ മേടിക്കാനുണ്ടാവുമായിരിക്കുമല്ലോ. അതാണ് എൻ്റെ ശാംഭവിയുടെ ബസ് വരാറായെന്ന് അലക്സാൻറ്റി അല്ല ഗൂഗിൾ ആൻറ്റി പറഞ്ഞു. അയ്യോ ഭയങ്കര മഴ വരുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഇവിടെയൊക്കെ ഭയങ്കര ഇടത് കറുത്ത് കിടക്കുന്നു. കറുത്തല്ല, ഗ്രേ കളറിൽ ഗ്രേ. എൻ്റെ പൊന്നോ, അതേണ്ട സൂര്യനെ കണ്ടോ നിങ്ങൾ ആരെയും? എത്ര നാളെ കൂടിയായി സൂര്യൻ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇന്ന് രാവിലെ വന്നിട്ട് പോയി. നരാഗുണി പോയോ? ഇവിടെ ഉള്ളവരെല്ലാവരും അപ്രത്യക്ഷമാവുകയാണല്ലോ. ഉറങ്ങി എണീറ്റപ്പം ചേട്ടായെ കാണുന്നില്ല. ആ അപ്പുറത്തെ അടുക്കളയിൽ നിന്ന് ഇപ്പുറത്തോ വന്നപ്പോഴേക്കും നാരായണിയും കാണുന്നില്ല. ചാമ്പവി ഉണ്ട പിന്നെ ഇവിടെ എല്ലാം കണ്ടോളും. അത് പിന്നെ പമ്മി ഇരിക്കാനും ഉണ്ടായിരിക്കാനും അതിന് അറിയത്തില്ലാത്തതുകൊണ്ട്, ബഹളമായതുകൊണ്ട്. കാക്ക തന്നെ ഭയങ്കരമായിട്ട് കിടന്ന് കാറുന്നത്. ഏതേലും കാക്ക വരാൻ ചത്ത് കാണും കേട്ടോ. ഭയങ്കരമായിട്ടും കാക്ക കാറുന്നു. ഒരു ദിവസം എത്ര ആംബുലൻസ് അല്ല ഇവിടെ താഴെ കൂടെ പോകുന്നത്. വെച്ച മോനെ വെച്ചോണം. ഷാമ്പു വരുമ്പോൾ ഈ അളിയൻസ് ഒന്നുകൂടെ കാണണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. കിടക്കുവാണോ? എണീറ്റിരിക്കും കുഞ്ഞേ, അപ്പോഴേക്കും ഈ ക്ഷീണമൊക്കെ ഇല്ലാതാവും. എപ്പോഴും കിടന്ന് ആർക്കാ ക്ഷീണം ഉണ്ടാകുന്നേ? എല്ലാവർക്കും ഉണ്ടാവും. ആർക്കാ ക്ഷീണം ഉണ്ടാകാതിരിക്കുന്നേ? വന്നില്ലേ? ഇന്ന് കാരപ്പള്ളിക്ക് പോകുന്നതാണോ? അല്ല, ഇന്ന് വീട്ടിലുണ്ടല്ലോ, എവിടെ പോയില്ല.
നമുക്ക് ബൈക്ക് വരുമ്പോൾ നിൽക്കാം. ഒരു ബൈക്കും വരത്തില്ല, ഇത് വിട്ട് പോകാൻ നോക്കും. നാരായണി അല്ലല്ലോ, ജയല്ലേ. നൂഡിൽസ് ഉണ്ട്, നൂഡിൽസ്. പിന്നെ എന്നേലൊക്കെ തരാം, നീ ബുക്കോ. ആ അങ്ങനെ മിനിയമ്മ എന്തിയേ? അകത്തുണ്ടാവും. അടുക്കളയിലോ? ചേച്ചിയോ? ചേച്ചിയും കാണും. പെട്ടെന്ന് പോക്കോ, മഴ പെയ്യും. നമ്മുടെ കുടയില്ല, വടിയില്ല. മഴ പെയ്യുന്നു, പൊക്കോളാൻ. എങ്ങനെയുണ്ട് പിന്നെ വിശേഷമൊക്കെ ഇന്ന് സ്കൂളിൽ? ആ സാമൂല് വന്നില്ലേ? വാ, ആ ഓടിവാ. ബായടി. ഉണ്ടാവും. അതാ അവനെ എനക്കറിയത്തില്ലേ? അവനോട് നീ നാളെ പേര് ചോദിച്ചതാണല്ലോ. നിനക്ക് പറയാമോ? പേര് പറ. ആ പേര് പറ, നീ പറ. ആറ്റിലെണ്ണത്തിനാ പോന്നേ? കുളിക്കാൻ. അവൻ ആറ്റിലാ കുളിക്കുന്നത്. നിന്നെയോ? ഓ വേണ്ട. ഓ നീ അലമ്പ് കേസാ. ഓക്കെ. നീയോ? നീ എന്തും ചെയ്യൂലോ. നീ എന്താ ഇതൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. പോ കയറി. അത് മഴ വരുന്നു. ആ മതി. മഴ വരുന്നു. ഓട് ഓട്. പുറത്ത് പിന്നെ ഓക്കെ. എനിക്ക് തന്നെ നടക്കാൻ വയ്യ. നിനക്കറിയത്തില്ലല്ലോ കൊച്ചേ, പാവം. ആ അറിയാലോ. ഓക്കെ വീട്ടിൽ പോ. റാംഫൂട്ട് അതേ ഇരിക്കുന്നുണ്ടോ? റെഡ് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റിയല്ല, അത് അവരുടെ അല്ലേ. അവർ കൃഷി ചെയ്തേക്കുന്ന. ആ കറി വെക്കുന്നതല്ല, ജ്യൂസ് അടിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങളവിടെ എങ്ങനെയാണ് കറി വെക്കുമായിരുന്നോ? നിങ്ങളവിടെ ഉണ്ടല്ലോ സ്കൂളിൽ. നിനക്ക് വന്നതല്ലേ അന്നേരം? പോ നടന്നുകൊണ്ട് സംസാരിക്കുക. മഴ വരും. നിങ്ങൾ സ്കൂളിൽ കൃഷിയില്ലേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ? ഉണ്ട്, ഞങ്ങൾ പറിച്ച് കണ്ടതല്ലേ. അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് നമ്മൾ തിന്നതല്ലേ. ആണോ? ഒന്നും അറിയത്തില്ല, പാവം. എന്താ പറഞ്ഞേ? മടുത്തോന്നോ? ഞാനും മടുത്തോന്നേ. ഉള്ളിവട മേടിച്ചിട്ടുണ്ട്. ഉള്ളിവട ഞാൻ വായില. നിന്റെ വായിലാണോ? നിന്റെ വായിലാണോ എൻ്റെ വായിലാണോ? ടി വിയോ? പക്ഷെ ചോറ് തിന്നു കഴിഞ്ഞാൽ തരത്തുള്ളൂ, അല്ലേ? വേറെ കഴിക്കാൻ. ആ നൂഡിൽസ് മതി. നൂഡിൽസ് തിന്നിട്ട് പിന്നെ തിന്നാൽ മതി ഇത് കേട്ടല്ലോ.
ഞാൻ വരട്ടെ. നീ ഇപ്പം വിളക്ക് എത്തിച്ചില്ല ചോദിക്കാൻ ആൾക്കാരുണ്ടോ? ഞാൻ വരട്ടെ. വേണ്ട വരുമോ? വീട്ടിൽ പോ. ആ ചേച്ചി എടുക്കലാ. ഇവിടെ വിളക്ക് എത്തിക്കുന്നില്ല എന്ന്. പോയേ പെട്ടെന്ന് പോ. ഞാൻ അവിടെ ജയ കാത്തു നിൽക്കുന്നു. അവിടെ ഉണ്ടെന്ന് നിൽപ്പുണ്ടോ നോക്കിയേ. കാണുന്നില്ല, അവിടെ വന്നില്ല കേട്ടോ, പറ്റിയില്ല. വരട്ടെ, വാ നോക്കാം. വരും. നീ ഇവിടുന്ന് വിളിക്കും. ഇവിടെ അല്ല, ഇവിടെ ചേമ്മയ്ക്കൊന്നും സ്നേഹമില്ലേ നിന്നോട്? ഉണ്ടോ? എന്നിട്ടെന്തി കാണുന്നില്ലോ. എന്റെ പൊന്ന് വന്നോ? ദേ വരുവാണല്ലോ കുഞ്ഞെ അമ്മ, വരുവാണല്ലോ അമ്മച്ചി. ഞാൻ അവിടെ നിന്ന് പിന്നെ ഇതിടുമായിരുന്നു ലൈറ്റ്. സുന്ദരിയേ പൈങ്കിളിയേ, എന്റെ പൊന്നി, ഞാൻ പട്ടി കുറച്ചല്ലോ എന്റെ കുഞ്ഞ് വലുതായിട്ട്. ചേച്ചി കിടക്കുക ആനന്ദശൈലത്തിലാ. മുത്തേ അമ്മയുടെ വലിച്ചെറിയല്ലേ? ഇവിടെ 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 ഉണ്ടായി, ഇവിടെ ഉണ്ടായി, ഇവിടെ ഉണ്ടായി, ഇവിടെ ഉണ്ടായി. വലിച്ചെറിയല്ലേ കുഞ്ഞെ. അയ്യ ചെരുപ്പ് കൈയും കൊണ്ടുവരും. നാരായണിക്ക് വയ്യല്ലോ ചേട്ടാ, എന്നാ ചെയ്യാൻ പറ്റും? നമ്മളൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ല. അമ്മ 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 ഊരിത്തരാം, എൻ്റെ പൊന്നെ അമ്മ ഊരിത്തരാം. ഓക്കെ. ഒരു ശാംഭവി, നീ അല്ല പറഞ്ഞു സ്കൂളിൽ ബിരിയാണി ആയിരുന്നെന്ന്. ഇന്ന് ബിരിയാണി ആണെങ്കിൽ പിന്നെ എങ്ങനെയാ ചോറിന് കറി ബീൻസ് ആണെന്ന് നീ പറഞ്ഞേ? എന്നത് ബിരിയാണി മേടിച്ചോണ്ട് വരാനോ? നീ പിന്നെ സ്കൂളിൽ ബിരിയാണി ആയിരുന്നു എന്തിനാ പറഞ്ഞേ? അതൊക്കെ വിളിക്കാൻ നീ പറയുന്ന കേക്ക്. ചേച്ചിയൊക്കെ ഞാൻ ചേച്ചി വിളിച്ചു തരും. ആ ആരണ്ടൊക്കെ വിളിക്കുന്നത് നോണ പറ. പണ്ടങ്ങാട് ഒരു ബിരിയാണി കഴിച്ചാനാണ് ഈ പറയുന്നത്. ബിരിയാണി എന്നായിരുന്നു അത് പറ. ഇന്ന് ബിരിയാണി ആണെങ്കിൽ ഇന്ന് ബീൻസ് ആയിരുന്നു കറി എന്ന് പറഞ്ഞ എന്തിനാ? ഇങ്ങ വാ, ഓണാക്കി തരാം. ഇങ്ങ വാ, ഇങ്ങ വാ. ഫോൺ അടിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ ആ വടി ഇങ്ങെടുത്താൽ മതി. ആ വടി ഇങ്ങെടുത്തേക്കെ, ആ വടി ഇങ്ങെടുത്തേ. എടി ഫോൺ ഇങ്ങതാ. ആരെയാ വിളിക്കുന്നേ? എന്താ പറഞ്ഞ? ഞാൻ ചിക്കൻ ബിരിയാണി കഴിച്ചിരുന്നു. പറയാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കഴിച്ചെങ്കിൽ പറഞ്ഞാ പോരെ. ബെല്ലുണ്ട്, ബെല്ലുണ്ട്.
ചേച്ചാച്ചി കുളിക്കുകയാണ് ഈ സമയത്ത്. കുളിക്കുവാ. ഓ ഇതിന് അലറുന്നേ. എടുത്തില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് കൊള്ളാം. വാ ടി വി നിർത്തിയേക്കാം. നീ കഴിച്ചെങ്കിൽ പറഞ്ഞാ പോലെ ചിക്കൻ ബിരിയാണി. നോണ പറയായിരുന്ന എന്തിനാ? കഴിഞ്ഞു നാളെ കാണൊന്ന് കഴിച്ചാനാ. എന്നാ ചിക്കൻ ബിരിയാണി എന്നാ കഴിച്ചത് പറ. ഇന്ന് എന്നായിരുന്നു ചോറിന് കറി? സാമ്പാർ. കുറച്ചൊന്ന് ബീൻസ് അല്ലായിരുന്നോ? സാമ്പാറും ഉണ്ടായിരുന്നു, ബീൻസും ഉണ്ടായിരുന്നോ? ആ പയറ്. എന്നിട്ട് പിന്നെ എപ്പോഴാ നീ ചിക്കൻ ബിരിയാണി കഴിച്ചെന്ന് പറഞ്ഞേ? ചുമ്മാ പറയല്ലേ. വെള്ള ബിരിയാണിയോ? ആഗ്രഹം പറഞ്ഞാൽ ശാമ്പവ ചിക്കൻ കഴിക്കത്തില്ലല്ലോ. ബീഫ് ഇല്ല. ഇപ്പൊ എന്തിനാ കിടന്ന് അലറി എന്നത്തിനാ? നിക്ക് നിക്ക് നിക്ക്. ചേച്ചാച്ചിയെ കിട്ടിയില്ലെങ്കിൽ ഉടനെ കരയണോ? പിന്നെ വിളിച്ചാ കിട്ടും. ലേഡി എന്റെ മണ്ട ഇരിക്കുന്നു. ദാണ്ട് അവത്താല് ആ റോസപ്പൂവിന്റെ അപ്പുറത്ത് നോക്കി. അങ്ങോട്ട് നോക്ക്. റോസപ്പൂ എന്റെ അടുത്താ. ബോക്സിന്റെ മണ്ട കണ്ടോ? വെറുതെ ഇനി അടുത്ത അലർച്ചയ്ക്കുള്ള ഓരോ പരിപാടി കാണിക്കുക. അതെ ചാച്ചാച്ചി വിളിക്കുന്നു. ചാച്ചാച്ചി വിളിക്കുന്നു. എടുത്ത് കൊടുക്കടി. ഹലോ സ്കൂളിൽ നിന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചത്. ചിക്കൻ ബിരിയാണി ശാമ്പളമ്മ എന്തിയേ? ചിക്കൻ ബിരിയാണി കഴിച്ചു. ഞാൻ അഞ്ചെണ്ണം കഴിച്ചേ. ആ ഞാൻ വീട്ടിൽ നിന്ന് ഐസ്ക്രീമും കഴിച്ചു. അമ്മക്ക് കൊടുക്കാതെ ചാച്ചിയാ. അവള് ചിക്കൻ ബിരിയാണി ഒന്നും കഴിച്ചില്ല. പണ്ടങ്ങാണ്ട് കഴിച്ച കാര്യം പറയുന്ന ചുമ്മാ പറയുന്നതാ. ആ അതും 5 എണ്ണം. ഒന്നാണേലും വേണ്ടില്ല 5 എണ്ണം. എന്നിട്ട് ഐസ്ക്രീം കഴിച്ചിരുന്നു. എപ്പോഴാണോ ആവോ? ഞങ്ങൾക്കറിയത്തില്ല.